അതൊന്ന് ഈ വെള്ളാപ്പള്ളി CPI വിശേഷിപ്പിച്ചത് ചതിയൻ ചത്തു എന്നാണ്. അങ്ങനെ ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് CPM-നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPI-യും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കുക ഉത്തരം പറയുക. വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ SNDP അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. സർക്കാർ അനുമതി നൽകുന്നില്ല, സ്ഥലമുണ്ടെങ്കിലും അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളാണ്. അതിൻ്റെ സാങ്കേതികവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമേ അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPI-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPI-എം ഏറ്റെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഈ CPI-യുടെ വിമർശനങ്ങളും ആഭ്യന്തരമായിട്ടുള്ള തന്നെ പറഞ്ഞത് PMC അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ച അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് CPM അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് അവരെന്നെ പറഞ്ഞില്ല. അതല്ല, അവരെ നിങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് LDF അടുത്ത മുന്നേ രീതിയിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ആഴ്ചയോടുകൂടി ആ റിവ്യൂ നടത്തുമ്പോൾ എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണ എന്നത് പറയും. ഓരോരോ പാർട്ടി എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും. ഞാൻ പറഞ്ഞല്ലോ ആ ഉത്തരവ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ